നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നൽകാത്തതിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പുലിമുഖങ്ങളുമായാണ് പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. കേന്ദ്രമന്ത്രി പുലിക്കളി സംഘങ്ങളെ വഞ്ചിച്ചുവെന്ന് പ്രതിപക്ഷം. ഉത്തരവാദിത്തം കളക്ടർക്കെന്ന് BJP. ദേവസ്വം മന്ത്രിയുമായി തർക്കമില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ. തേക്കിൻകാട് മൈതാനം നവീകരണത്തിന്റെ ചുമതല തൃശൂർ കോർപ്പറേഷനാണെന്നും ദേവസ്വം ബോർഡ്. അതിരപ്പള്ളിയിൽ KSRTC ബസ്സിന് നേരെ കാട്ടാനയുടെ പരാക്രമം. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോവുകയായിരുന്ന ബസ്സിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. ബസിന്റെ ഇടതുഭാഗത്ത് തുമ്പിക്കൈകൊണ്ട് തട്ടി. KSEBയുടെ അശാസ്ത്രീയ അതിർത്തി നിർണയം നാരായണമംഗലം ഗ്രാമത്തിന് ദുരിതമായി മാറുന്നു. മേഖലയിലെ ചെമ്മീൻ കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പോർച്ചുഗൽ തകർത്തു. ഇംഗ്ലണ്ടിന് ഘാനയുടെ പൂട്ട്. കോങ്കോയെ എതിരില്ലാത്ത 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ 3ാം പോരിനൊരുങ്ങുന്നു. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടിയിൽ CPI പ്രവർത്തകർ നടത്തിയ കൃഷിഭവനിലേക്കുള്ള മാർച്ചിൽ സംഘർഷം. പ്രതിഷേധ ധർണ CPI സംസ്ഥാന കമ്മിറ്റി അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്ത്രാപ്പിന്നി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. തിരുവില്ലാമല പഞ്ചായത്തിലെ ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു നടപടിയും പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നില്ല. നിലവിൽ കുത്താമ്പുള്ളിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വാഹനം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. വിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാകും. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. പുനർനിർമ്മാണം പൂർത്തിയായ വടക്കുംനാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിന് സമർപ്പണം വെള്ളിയാഴ്ച നടക്കുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ദേവസ്വം ഭാരവാഹികൾ. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. എടത്തിരുത്തി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവിൽ CPMന്റെ നേതൃത്വത്തിൽ സംയോജിത കൃഷി ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം നിർവഹിച്ചു. തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PJ ജോഫി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നെടുമ്പാശ്ശേരി ഫാർമസി കവലയിലുണ്ടായ വാഹനാപകടത്തിൽ കരുവന്നൂർ സ്വദേശികളായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുറത്താട് പുരയാറ്റുപറമ്പിൽ ഗോകുൽ, ആറാട്ടുപുഴ പുത്തരിപ്പള്ളം അശ്വിൻ എന്നിവരാണ് മരിച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്ന് DCC ഓഫീസിൽ വന്ന് സമരം ചെയ്തവർ കോൺഗ്രസ് പ്രവർത്തകരല്ലെന്നും അവർക്ക് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. വർഗീയ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് അവരെ പുറത്താക്കിയതെന്നും ജോസഫ് ടാജറ്റ്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്ന വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം 29-ന് തൃശൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. വൈകിട്ട് 4-ന് കേരള സാഹിത്യ അക്കാദമിയിലാണ് പ്രതിഷേധ സംഗമം നടക്കുക. അടാട്ട് BVP സീനിയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനവും PN പണിക്കർ അനുസ്മരണവും ആചരിച്ചു. സീനിയർ പ്രിൻസിപ്പൽ സുമ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാടൻ ഭക്ഷ്യ വിഭവമേള സംഘടിപ്പിച്ചു. മേള പ്രധാന അധ്യാപകൻ T അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. ജില്ലാ നിർവാഹക സമിതി അംഗം CC വിപിൻ ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ കുട്ടികളുടെ രചനകളോടൊപ്പം അധ്യാപകനായ റാഫി നീലങ്കാവിൽ എഴുതിയ വിദ്യാലയ കഥകളുടെ സമാഹാരം ലോങ് ബെല്ലും പ്രകാശനം ചെയ്തു. മാനേജർ ഫാദർ സെബി പാലമറ്റത്ത് രചനകളുടെയും പുസ്തകത്തിന്റെയും പ്രകാശനം നിർവഹിച്ചു.
PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറുക എന്ന ആവശ്യമുന്നയിച്ച് CPI മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPI സംസ്ഥാന കൌൺസിൽ അംഗം ഷീല വിജയകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഉപജില്ലാ ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തി. CPI തൃശൂർ ജില്ലാ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി യൂത്ത് ചേംബറിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒരു ഗോൾ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം നടത്തി. പാവറട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ M മഹേഷ് കുമാർ ആദ്യ ഗോൾ അടിച്ച് ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. മലപ്പുറം അരീക്കോട് സ്വദേശി നബീലാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ പിടിയിലായത്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ധർണ CPI ദേശീയ കൌൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന KSRTC ജീവനക്കാർ ശൌചാലയമില്ലാതെ വലയുന്നു. 3 ദിവസത്തെ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട ശൌചാലയങ്ങൾ 2 ആഴ്ച പിന്നിട്ടിട്ടും തുറന്നില്ല. ഞാറ്റുപാട്ടിന്റെ ഇണത്തിൽ ഞാറനട്ട് അളഗപ്പനഗർ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബിലെ കുട്ടികളാണ് കാവല്ലൂർ പച്ചലിപ്പുറം വട്ടനാത്ര പാടശേഖരത്തിൽ ഞാറു നടാൻ ഇറങ്ങിയത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.